ഒരു ദിവസം മുഴുവൻ കിണറ്റിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഭയാനകമായ അനുഭവം വിവരിച്ച് അടൂരിലെ എലിസബത്ത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് എലിസബത്ത് കിണറ്റിൽ വീണത്. വിളിച്ചിട്ട് ആരും കേൾക്കാതായതോടെ കഴുത്തൊപ്പം വെള്ളത്തിൽ 2 ദിവസത്തോളം കഴിയേണ്ടി വന്നു. വെള്ളം കുടിച്ചാണ് വിശപ്പ് അകറ്റിയതെന്നും എലിസബത്ത് 24-നോട് പറഞ്ഞു. പോച്ച പറിക്കാനായിട്ട് പോകുന്ന സമയത്താണ് പന്നിയെ കാണുന്നത്. പന്നിയെ കണ്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞ് പോരുന്ന സമയത്ത് ഇത് കൂടെ വന്നു. ഞാൻ കേട്ടിട്ടുണ്ട് വീണ്ടും പുറകോട്ട് പോയിട്ട് ഇത് വന്ന് ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ പുറകോട്ട് പോയ സമയം കൊണ്ട് ഞാൻ ആ കിണറിൻ്റെ തിട്ടേ കയറി പലകകൾ പറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വരുമെന്നുള്ള ഇതിലായപ്പോൾ ഞാൻ ആ പലകയിൽ ചവിട്ടിയത് എനിക്കറിയാം. പിന്നെ താഴോട്ട് പോവുക. അപ്പം ഞാൻ അവിടെ കിടന്ന് വിളിക്കുന്നതൊന്നും പുറത്ത് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും അറിയാനും പറ്റുന്നില്ല. വിശപ്പും ഉണ്ട്, ക്ഷീണവും ഉണ്ട്, എല്ലാം ഉണ്ട്. വെള്ളം പിന്നെ അത് അഴുക്ക വെള്ളമാണെങ്കിലും കോരി കുടിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീജിത്ത്, ഏതാണ്ട് 1.5 ദിവസം കിണറ്റിൽ കഴിച്ചു കൂട്ടിയ എലിസബത്ത് എങ്ങനെയാണ് അവരുടെ അനുഭവം വിവരിച്ചത്? 1.5 ദിവസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു ദിവസം പൂർണ്ണമായി, അതായത് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രി വൈകുന്നേരം 4 മണിയോടുകൂടി ആ കിണറ്റിലേക്ക് വീഴുന്നു. അതിനുശേഷം അവരെ പുറത്തെടുക്കുന്നത് അടുത്ത ദിവസം 4:30 മണിയോടുകൂടിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 24 മണിക്കൂർ സമയം ആ കിണറ്റിൽ പൂർണ്ണമായി അവർ കിടന്നിരുന്നു. കഴുത്തപ്പം വെള്ളത്തിലായിരുന്നു ആ കിണറ്റിൽ കിടന്നിരുന്നത് എന്നാണ് അവർ വിവരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതാണ്ട് 3-3:30 മണിയോടുകൂടി ഇത്തരത്തിൽ പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നു. ആദ്യം അവരുടെ കൈക്ക് പന്നി വന്ന് ഇടിക്കുന്നു. അവർ പേടിച്ചാണ് ആ കിണറ്റിന് മുകളിലേക്ക് കയറിയത്. പന്നി രണ്ടാമത് വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അങ്ങോട്ട് കയറിയത്. അങ്ങനെ ഒരു പലകയിൽ ചവിട്ടിയപ്പോൾ നിലത്തേക്ക് വീഴുന്നു. അതിനുശേഷം കുറേ നേരം വിളിച്ചു കൂവി. പക്ഷേ അതൊരു ആളൊഴിഞ്ഞ മേഖലയായിരുന്നു. ആരും ഈ കിണറ്റിനകത്തു നിന്നും വരുന്ന ശബ്ദം ശ്രദ്ധിച്ചില്ല. ഭർത്താവ് വന്നപ്പോഴും വിചാരിച്ചത് തൊട്ടപ്പുറത്തെ ബന്ധുവീട്ടുകളിലേക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അവർ ആ പ്രദേശത്ത് ഒരു തിരച്ചിൽ നടത്തി. അപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റത്തെ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെയാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എത്തുന്നത്. അവർ പോലീസ് കേസെടുത്ത് പോലീസും ഒരു ഭാഗത്തു കൂടി അന്വേഷണം നടത്തി. മൊബൈൽ ഫോണുകൾ ഒന്നും തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാതിരുന്നപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അങ്ങനെയാണ് ആ പ്രദേശത്തു കൂടി നാട്ടുകാർ ഒരു തിരച്ചിൽ നടത്തിയത്. അതിൽ അവർ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഏനാത്ത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പാടംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചെത്തിയായിരുന്നു ആ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ. എന്തായാലും ആ തിരച്ചിലാണ് ഇങ്ങനെ ഒരു കരച്ചിൽ, ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പഞ്ചായത്ത് മെമ്പർക്ക് തോന്നിയത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടാണ് ആ കിണറ്റിൽ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ആ തൊട്ടടുത്ത പറമ്പിലെ കിണറ്റിലേക്ക് അവർ നോക്കുന്നത്. അപ്പോഴാണ് എലിസബത്തിനെ അവർ കാണുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. 4:30 മണിയോടുകൂടി ഫയർഫോഴ്സ് ഇവരെ പുറത്തേക്ക് എടുക്കുന്നു. അതും ശ്രമകരമായി തന്നെയാണ് പുറത്തേക്ക് എടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ പരിക്കുകൾ ഉണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കഴുത്തൊപ്പം വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിലേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും അടൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഇത്രയും നേരം എലിസബത്ത് കഴിഞ്ഞിരുന്നത്. ബാബുവും എലിസബത്തിൻ്റെ ഭർത്താവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയം മുൻപ് വിദഗ്ധ ഡോക്ടർമാരൊക്കെ തന്നെ പരിശോധിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ സ്ഥലത്തെത്തി അവരെ നേരിട്ട് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.